ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ വെച്ചുള്ളൊരു തോരനാണ്. മുമ്പ് നമ്മൾ കുമ്പളങ്ങ വെച്ച് ഒരു കറി തയ്യാറാക്കിയിരുന്നു. പലപ്പോഴും നമ്മുടെ നാടൻ വിഭവങ്ങളെയൊക്കെ നമ്മൾ ഇത്രയും പ്രോത്സാഹിപ്പിക്കാൻ കാരണം നാടൻ വിഭവങ്ങളുടെ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുവാൻ വളരെ വൈകുന്നു എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൻ പ്രദേശത്തൊക്കെ ഒരു കാലത്ത് വളരെയധികം കണ്ടിരുന്ന ഈ കുമ്പളങ്ങ പിന്നീട് ആളുകൾക്ക് താല്പര്യമില്ലാതാവുകയും പിന്നീട് നമ്മുടെ ഈ പശുക്കൾക്കൊക്കെ കൊടുക്കാനുമായിട്ടൊക്കെയാണ് ഈ കുമ്പളങ്ങ സർവ്വസാധാരണ ഉപയോഗിച്ചിരുന്നത്. ഒരു കാലഘട്ടത്തിൽ ആദിമ കാലഘട്ടത്തിന്റെ പ്രാധാന്യം വളരെയധികം മനസ്സിലാക്കിയ മനുഷ്യർ അതെല്ലാ പാചകത്തിനും ഉപയോഗിച്ചിരുന്നു. പിന്നീട് സാമ്പാറൊക്കെ ഉണ്ടാക്കുന്നവർ മാത്രം അതിലേക്ക് ഇത് ഉപയോഗിച്ചിരുന്നു. അപ്പോഴും ഇതിന്റെ ഉപയോഗം കാര്യക്ഷമമായിരുന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഈ കുമ്പളങ്ങയുടെ ഉപയോഗം വർദ്ധിച്ചതിന് കാരണം ഇതിന്റെ ആയുർവേദത്തിലൊക്കെയുള്ള പ്രാധാന്യവും ഇതിന്റെ ഔഷധ മൂല്യവും ഒക്കെ മനുഷ്യർക്ക് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി വളരെ വിശദമായി പറഞ്ഞിരുന്നു, ഇതിന്റെ ആയുർവേദത്തിലുള്ള ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ. എങ്കിലും ഏറ്റവും വലിയ കാര്യം ഇത് ഉദര രോഗങ്ങൾക്കെല്ലാം നല്ലതാണെന്നുള്ളതും ഇത് ശരീരത്തെ തണുപ്പിക്കുന്നു എന്നുള്ളതും ഒക്കെ നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പം അന്തരീക്ഷത്തിന്റെ ചൂടുകളിലൊക്കെ ഉയരുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ ഒക്കെ ക്രമമായി നിലനിർത്തുവാൻ ഈ കുമ്പളങ്ങ പോലുള്ള ഔഷധ സസ്യങ്ങൾ സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കുമ്പളങ്ങയുടെ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ വളരെ ലളിതമായിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞൊക്കെ കഴുകി അതിനോടൊപ്പം തന്നെ ഒരു അരമുറി തേങ്ങ, പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന അധികം ഇതിനകത്ത് കാന്താരി ഉപയോഗിക്കുന്നില്ല. പച്ചമുളക് ഒരു 3 എണ്ണം, 5-6 വെളുത്തുള്ളി, ഒരു കറിവേപ്പില, ഇത്രയൊക്കെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. കാരണം ഏറ്റവും ലളിതമായി തന്നെ ഇത് നമ്മൾ കഴിക്കുക എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ ഗുണം ശരീരത്തിന് കിട്ടുകയുള്ളൂ. കുമ്പളങ്ങയുടെ തോരനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിത് ലളിതമായൊക്കെ അരിഞ്ഞ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ആ തേങ്ങയൊക്കെ കല്ലിൽ ചതച്ചെടുക്കും. അത് അരച്ചെടുക്കുകയല്ല, ചതച്ചെടുക്കുകയുള്ളൂ. അപ്പം പച്ചമുളകാകാൻ കാരണം എന്താണെന്ന് എരിവ് കുറഞ്ഞിരിക്കും. നമുക്ക് കാന്താരി ആകുമ്പോൾ ഇതിന് എരിവ് കൂടിയിരിക്കും. അത് ഈ ഒരു പാചകത്തിന് അത്ര ഗുണകരമാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നമ്മൾ ശരീരത്തിന് ആവശ്യമായ രീതിയിലുള്ള ഭക്ഷണമൊക്കെ വരുമ്പോൾ ചിലപ്പം നമുക്ക് കാന്താരി ഒഴിവാക്കേണ്ടി വരും. അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ച ഇതും അരിഞ്ഞ കുമ്പളങ്ങ എല്ലാം നമ്മളൊന്ന് ഇളക്കി വെക്കും. അതിനോടൊപ്പം അല്പം വെള്ളമേ നമ്മൾ ഇതിന് ചേർക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആവിയിൽ വെന്ത് വരുമ്പോൾ ഇതിൽ തന്നെ വെള്ളമുണ്ട്. നമ്മളതിലേക്ക് ഉപ്പും ചേർത്തു ഒന്നുകൂടെ എല്ലാം ഇളക്കി വെക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള പാചകങ്ങൾക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറില്ല. ഞാൻ പലപ്പോഴും ടിപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ കുമ്പളങ്ങ തോരന് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കില്ല. അതുപോലെ വാഴയ്ക്ക കൂമ്പ് തോരൻ വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാറില്ല. അപ്പോൾ ഓരോ പാചകത്തിനും വ്യത്യസ്തത ഉണ്ട് എന്നുള്ളതും പറഞ്ഞുകൊള്ളു. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഇതുപോലെയുള്ള ലളിതമായ പാചകങ്ങൾ ഒക്കെ ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഒരു വ്യത്യസ്ത അനുഭവമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. അതുപോലെ നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് അല്പം വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കടുക് പൊട്ടിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ചുവന്നുള്ളി കൂടി നമ്മളിപ്പം ഈ ചീനിച്ചട്ടിയിലേക്ക് ഇടുന്നു. അതിൻ്റെ ഏകദേശം ചുവപ്പാകുമ്പോഴേക്കും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അതെല്ലാം ഇതിൻ്റെ അത് ഇടും. അപ്പോൾ ഇതിൻ്റെ കറിവേപ്പില ഇട്ടു അതെല്ലാം ഒന്ന് വഴന്നു വരും. ഇത് നമ്മുടെ ഒരു ഗ്രാമങ്ങളിൽ പറയുകയാണെങ്കിൽ സ്ഥിരമായി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഏത് തോരൻ്റെയും ആദിമഘട്ടം എന്നുള്ളത് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്ന കുമ്പളങ്ങയും തേങ്ങായും മുളകും എല്ലാം ചേർന്ന മിശ്രിതം എന്ന് നമുക്ക് പറയാം. അത് നമ്മൾ അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം, കുഴച്ച് വെച്ചതിനോടൊപ്പം നമ്മൾ ചേർത്ത വെള്ളമെല്ലാം ഈ ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ പകർന്നു വരികയാണ്. ഇനി നമ്മൾ അത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും നമ്മൾ ചീനിച്ചട്ടി നല്ലപോലെ അകന്നിരിക്കുന്നതുകൊണ്ട് ഓരോ ഭാഗവും നമ്മൾ വൃത്തിയായിട്ട് ഇളക്കുന്നു. അപ്പം ഇതും ശ്രദ്ധിച്ചറിയാം, ആദ്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം കുമ്പളങ്ങ വെള്ള കളർ ജലാംശമൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ലവണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വെള്ള കളറാണ്. ഇനി അത് നമ്മൾ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇളക്കും. നമ്മൾ ഈ ഷൂട്ടിൻ്റെ അകത്ത് വളരെ കുറച്ച് പ്രാവശ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഇത് നമ്മളൊരു 4-5 പ്രാവശ്യം ഇളക്കും. കാരണം ഇത് ഏകദേശം ഇതിൻ്റെ ഈ വെള്ള കളർ മാറി നമ്മൾ പറയുമല്ലോ ഒരു ലൈറ്റ് മഞ്ഞ വെള്ള വരുന്ന ഒരു കളറിലാകുമ്പോൾ ഏകദേശം ഇതിന്റെ വേവാകും. അപ്പം ഇതൊക്കെ നമ്മൾ പറയാൻ കാരണം നമ്മൾ ഈ ഷൂട്ടിന്റെ ഭാഗമായി വളരെ വേഗം ഇത് കാണിച്ചാലും ഇതിന്റെ യഥാർത്ഥ
പാചക രീതി പറയുമ്പോൾ ഒരു 5-6 പ്രാവശ്യമെങ്കിലും വളരെ ചെറിയ നമ്മൾ സ്റ്റീം അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വളരെ തീ ഉറച്ചു വെച്ച് വേണം നമ്മൾ ഇത് ഇളക്കാൻ. ഇങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ അതിന്റെ കളർ മാറി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ പല പ്രാവശ്യം ഇളക്കി വേണം ഇത് അരയ്ക്കാൻ. പിന്നീട് നമ്മൾ ഇതിന്റെ ഒരു കഴിപ്പ് പറയുകയാണെങ്കിൽ ഇത് ചൂടോട് കഴിക്കുന്നതാണ് നല്ലത്. കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇതിന് അത്രയും രുചി, നമ്മുടെ സാധാരണ ഭാഷയിൽ രുചികളുണ്ടല്ലോ, അത്രയും രുചി അനുഭവപ്പെടുകയില്ല. അപ്പൊ അത് ഈ കുമ്പളങ്ങ തോരൻ നമ്മൾ കഴിക്കുമ്പോൾ അത് ചൂടോട് തന്നെ കഴിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എങ്കിൽ മാത്രമേ അതിന്റെ ഗുണവും നമുക്ക് ലഭിക്കത്തുള്ളൂ, നമുക്ക് കഴിക്കാൻ തോന്നുകയുള്ളൂ. കാരണം എല്ലാ തോരനുകൾക്കും വ്യത്യസ്ത രുചികളാണ്. തണുത്ത് കഴിഞ്ഞാൽ ചില തോരനുകൾ നമുക്ക് അത്രയും രുചി കാണുകയില്ല. ഇപ്പൊ നമുക്ക് നോക്കി അറിയാം, ഞാൻ പറഞ്ഞ ഒരു കളറിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പം ഇത് ഇനിയും തോരൻ നമ്മളപ്പോൾ ഒരു 5-6 പ്രാവശ്യം ഇത് ഇളക്കിയിട്ടുണ്ട്, ഇളക്കി ജലാംശമൊക്കെ വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ആ ജലാംശം അറിയത് തോന്നു കഴിയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ രുചിയിലാവുന്നു. നമ്മളത് ചോറിനോടൊപ്പം കൂട്ടാനായിട്ട് ഉപയോഗിച്ച് കഴിക്കുന്നു. ഇത് ശരീരത്തിന് ഗുണപ്രദമാണ്, വളരെ ലളിതമാണ്. തീർച്ചയായിട്ടും ഈ പാചകം വളരെ ലളിതമായതിനാൽ വല്ലപ്പോഴും വെച്ച് നോക്കുവാൻ നിങ്ങളും മറക്കരുത്. തീർച്ചയായിട്ടും പുതിയ